അപ്പൊ നമുക്ക് നോക്കാല്ലേ? കണിയാനൊന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. കണിയാരല്ലേ? അതെ. ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന. ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. എന്താ പാപ്പഞ്ചേട്ടന്റെ ഫോട്ടോ പത്രത്തിലുണ്ട്. നോക്കിയേ, മന്ത്രിയുടെ അടുത്ത്. ഈ പത്രക്കാരെ കൂടി ഞാൻ തോറ്റു. നിങ്ങൾ എല്ലാവരും ഇത് നടക്കുന്നത് അറിഞ്ഞും കേട്ടും സ്വന്തം ചെലവിലും വണ്ടിയിലും ബസ്സിലും ഒക്കെ കയറിയും തിരക്കിലും ഒക്കെ വന്ന് ഇവിടം വരെ ഇരിക്കുന്ന ആൾക്കാരാണ്. രാഘവൻ പറഞ്ഞത് വാസ്തവം. രാഘവൻ പറഞ്ഞത് വാസ്തവം. അല്ലാതെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ പേടിപ്പിച്ചു കൊണ്ടുവന്ന ആൾക്കാരല്ല എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. ദമു എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയത്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്ത് നല്ല കാര്യം നടന്നാലും അത് നമ്മളുണ്ടാക്കിയതാന്ന് പറയുന്ന ഒരു പരിപാടി പണ്ട് തൊട്ട് ഇവരുടെ കയ്യിലുണ്ട്. ആരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, അവൻ എന്നോട് വലിയ സ്നേഹമാണ്. ഇവൻ എന്നോട് ചോദിച്ചു, എടാ നിങ്ങൾക്ക് എ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ഐ ഗ്രൂപ്പ് ഉണ്ട്, ഇവര് തമ്മി ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, രണ്ടായാലും ഈ എയും ഐയും കൂടെ ചേർത്ത് വെച്ചോണ്ട് ഒരു ക്യാമറ വെച്ചപ്പോ ഉണ്ടായത് പ്രശ്നമൊന്നുള്ളൂ. എയും ഐയും തമ്മിൽ ഇവിടെ ഇല്ല. സന്തോഷായി, നല്ല സന്തോഷായി. മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അപ്പൊ അവൻ പറഞ്ഞു, നീ ഇത്രയൊക്കെ പറയുകയാണെങ്കിൽ നിന്നെ നമ്മുടെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സൈബർ ശക്തിയെ കുറിച്ച് നിനക്ക് അറിയില്ല. സൈബർ ശക്തി പണ്ട് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയത് വിജയിക്കാതെ പോയത് കൊണ്ട് ഇപ്പൊ സൈബർ എന്ന് പറയുന്ന ഒരു സ്ഥലമെങ്കിലും ഉണ്ട്. തമാശ കളിക്കരുത്, ഞാൻ മൂർഖനാ, കരിമൂർഖൻ. ആ സമരം വിചാരിച്ചിരുന്നെങ്കിൽ വിജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ സൈബർ സ്പേസും ഇല്ല, സൈബറും ഇല്ല, ഒന്നുമില്ല. അതവിടെ പറഞ്ഞോട്ടെ. സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ? ഇരണക്കേട് അച്ചിട്ട. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. അമർത്തി. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.